കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക്, ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫുഡ് അവേർഷനെയും അതുപോലെ സർട്ടൈൻ സ്മെല്ലിനോട് നമുക്കുണ്ടാകുന്ന അവേർഷനെയും പറ്റിയിട്ടാണ്. അതായത് ചില മണം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത, ചില ഫുഡ് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത, ഇത് പ്രഗ്നൻസി ലക്ഷണമാകുന്നത് എങ്ങനെ, അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഏതെല്ലാം ഐറ്റംസിനോടാണ് ഈ ഒരു അവേർഷൻ അല്ലെങ്കിൽ ഒരു വിരക്തി ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ടും ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടും ഇതുപോലെ സ്മെൽ അവേർഷൻ ഉണ്ടാവാറുണ്ട്. അതായത് ചില സ്മെല്ല് കിട്ടുമ്പോഴേക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുക, ബുദ്ധിമുട്ടുണ്ടാവുക, ഇത് പലർക്കും പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്കുണ്ടാകുന്ന ആ ഒരു ലക്ഷണത്തെ പ്രിമെൻസ്ട്രൽ സിംറ്റം ആണോ പ്രഗ്നൻസി ആണോ എന്ന് നമ്മൾ വേർതിരിച്ചറിയുന്നത് അതിൻ്റെ കാലയളവ് നോക്കിയിട്ടാണ്. പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടാണ് നിങ്ങൾക്കിത് ഉണ്ടാകുന്നതെങ്കിൽ, നിങ്ങൾക്ക് റെഗുലർ ബേസിസിൽ ഇത് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് കഴിഞ്ഞതിന് ശേഷം 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മാക്സിമം പീരീഡ് ആയിട്ടുണ്ടാകും. എന്നാൽ അതല്ല പ്രഗ്നൻസിയുടേതായിട്ടാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് പീരീഡ്സ് സ്റ്റോപ്പ് ആവും. ഈ ലക്ഷണം കണ്ടിട്ട് കുറേയും കൂടി ലക്ഷണങ്ങളാകുമ്പോഴേക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് തോന്നും. ഏകദേശം പീരീഡ്സ് മിസ്സായി കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ HCG ഹോർമോണാണ്. ഈ HCG ഹോർമോൺ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകുന്ന ഒരു ഹോർമോണാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നുമാണ് ഈ HCG ഹോർമോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ ഇൻക്രീസ് ആകുന്ന ഈ ഒരു HCG ഹോർമോൺ ഏകദേശം നമ്മുടെ ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ഒരു ഫിക്സഡ് വാല്യൂവിൽ നിൽക്കാറുണ്ട്. അതായത് ഒരുപാട് കൂടാറില്ല. അതുകൊണ്ടാണ് പലർക്കും തന്നെ ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററും സെക്കൻഡ് ട്രൈമസ്റ്റർ പകുതിയൊക്കെ ആകുമ്പോഴേക്കും പ്രഗ്നൻസി ലക്ഷണങ്ങൾക്ക് ഒരു ശമനം സംഭവിക്കുന്നുണ്ട്. ഈ HCG ഹോർമോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നൊന്ന് ഇൻക്രീസ് ആവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ റീസൺ ആണ് ബ്ലഡ് സർക്കുലേഷൻ. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഓരോ ശരീരഭാഗങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നത് കൊണ്ട് നമ്മുടെ യൂട്രസിലോട്ടും നമ്മുടെ ബ്രസ്റ്റിലോട്ടുമാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ഓരോ ശരീരഭാഗത്തിലോട്ടും, നമ്മുടെ കണ്ണായാലും നമ്മുടെ കൃഷ്ണമണി ആയാലും നമ്മുടെ മൂക്കായാലും നമ്മുടെ നഖമായാലും ഈ എല്ലാ ഭാഗത്തോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും നോർമലി നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള സർക്കുലേഷൻ അപേക്ഷിച്ച് കുറച്ചും കൂടി കൂടുതലായിരിക്കും നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഞരമ്പൊക്കെ ഒന്ന് വികസിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ മൂക്കിന് ഭാഗത്തുള്ള ഞരമ്പുകളൊക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഈ വികാസം കൊണ്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ സെർട്ടൈൻ ആയിട്ടുള്ള ഒരു സ്മെല്ലിനോട് ഒരു അവേർഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇത് ഈ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഈ ഒരു വെയിനൊക്കെ ഒന്ന് എൻലാർജ് ആകുമ്പോഴേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഏത് സിറ്റുവേഷനിലാണോ അല്ലെങ്കിൽ ഏത് സ്മെല്ലിലാണോ നമ്മൾ ഏറ്റവും കൂടുതൽ നിന്നത് ആ സ്മെല്ലിനോടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യക്കുറവ് നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. എൻ്റെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പ്രഗ്നൻസി എന്താണെന്നോ ഇതിൻ്റെ ABCD എന്താണെന്നോ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടായപ്പോഴേക്കും ഞാനിങ്ങനെ ബിരിയാണി ഫുഡ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഓർഡർ ചെയ്ത് അത് ആ ഒരു നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബിരിയാണിയുടെ സ്മെല്ലൊക്കെ നമുക്ക് ഊഹിക്കാം. പ്രത്യേകിച്ച് കടയിൽ നിന്ന് ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ സ്മെല്ല് നമുക്ക് ഊഹിക്കാം. ഇതാ കഴിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് ആ ഒരു സമയം മുതൽ എനിക്ക് ഈ ബിരിയാണിയുടെ മണത്തിനോട് ഭയങ്കര ഒരു വെറുപ്പ് തുടങ്ങിയതായിരുന്നു. കാരണം ഞാൻ ആ പ്രഗ്നൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ആ സമയത്ത് ഞാൻ കേട്ടത് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് ആ ഒരു ഫുഡിൻ്റെ സ്മെല്ലായിരുന്നു. കാരണം എനിക്കിത് ഇഷ്ടമായിരുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത കറികളായിരുന്നപ്പോഴേക്കും ഞാനിതിങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്മെല്ലിനോട് എനിക്ക് ഭയങ്കര ഒരു വിരക്തിയായിരുന്നു. അതെൻ്റെ ഏകദേശം 9th ട്രൈമസ്റ്ററിൻ്റെ ഡെലിവറി വരെ എനിക്ക് ആ ഒരു ബിരിയാണിയോട് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്മെല്ലിനോടായിരിക്കും നിങ്ങൾക്ക്
ഏറ്റവും താല്പര്യക്കുറവ് അനുഭവപ്പെടുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അവേർഷൻ നമുക്ക് ഉണ്ടാവാനായിട്ട് ഏറ്റവും കൂടുതൽ കാറ്റഗറിയിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കാറ്റഗറി വരുന്നത് സീ ഫുഡാണ്. ഈ കക്കയിറച്ചി വേവിക്കുന്ന മണം, അതുപോലെ ചെമ്മീൻ വേവിക്കുന്ന മണം, കൊഞ്ച്, ഇതെല്ലാം നമുക്ക് ഭയങ്കര താല്പര്യക്കുറവായിരിക്കും ആ ഒരു സമയത്ത്. പെട്ടെന്ന് ഈ സ്മെല്ല് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. കക്കയിറച്ചിയൊക്കെ വേവിക്കുന്ന സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ എന്നെ പിന്നെ ആൾക്കാർ അന്വേഷിക്കുന്നത് വാഷ് ബേസിൻ്റെ ചോട്ടിലായിരിക്കും. കാരണം എനിക്ക് ആ സ്മെല്ലൊന്നും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. രണ്ടാമത്തേതാണ് നമ്മുടെ മീറ്റ് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ ബീഫ്, അതുപോലെ പോർക്കിൻ്റെ സ്മെല്ലൊക്കെ, പോർക്കൊക്കെ കുക്കറിലിട്ട് അടിച്ചെടുക്കുന്ന സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ അത്രയും അസ്വസ്ഥതയായിരുന്നു എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് കേട്ടോ. അത് ഒരു കാറ്റഗറി ആയിരുന്നു. പിന്നെ മൂന്നാമത് വരുന്നതാണ് നമ്മുടെ ഈ ദാഹശമനി ഇട്ട് വെള്ളം തിളപ്പിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. നമ്മൾ ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളത്തിനോട് ഭയങ്കര താല്പര്യക്കുറവായിരിക്കും. എനിക്ക് അന്നത്തെ ദാഹശമനിയുടെ വെള്ളത്തിൽ ഇപ്പോൾ അതേ ടേസ്റ്റുള്ള ദാഹശമനിയുടെ വെള്ളം തിളപ്പിച്ചാലും എൻ്റെ മൈൻഡിലോട്ട് പോകുന്നത് ഞാൻ ആ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്, നിങ്ങൾക്കറിയാമല്ലോ ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ വെള്ളം കുടിക്കണം. അതെല്ലാം അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കും. ഈ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ടൈപ്പ് പർട്ടിക്കുലർ ആയിട്ടുള്ള കാറ്റഗറി ദാഹശമനി ഇട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിനോട് ഭയങ്കര വിരക്തി ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും. അടുത്തൊരു കാറ്റഗറി വരുന്നത് ചില സോപ്പ് ഐറ്റംസ്. എനിക്ക് ഹമാമായിരുന്നു. കാരണം ആ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ച് കുളിച്ചിരുന്നത് ഹമാം സോപ്പ് വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഹമാമിനോട് എനിക്ക് താല്പര്യം ഭയങ്കര കുറവായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഹമാമിൻ്റെ മണം കേട്ട് കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു സമയത്തോട്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകും. ചിലർക്ക് ടീയിനോടും കോഫീനോടും താല്പര്യക്കുറവുണ്ടാവും. നമ്മൾ ഡെയിലി നമ്മൾ എടുക്കുന്നതാണല്ലോ ചായയും കാപ്പിയൊക്കെ. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കോഫിയോ അല്ലെങ്കിൽ ടീയോ കുടിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ കുടിക്കാൻ പാടില്ല കേട്ടോ, എന്നാലും ചായയും കാപ്പിയും രാവിലെയും വൈകുന്നേരം 2 നേരം മാത്രമെങ്കിലും കുടിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അവർക്കൊക്കെ ഒരു വിരക്തി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ചിലർക്ക് ചിക്കനോടായിരിക്കും, ചിക്കൻ്റെ എല്ലാ ഐറ്റംസിനോടും താല്പര്യക്കുറവുണ്ടാകും. ചിലർക്ക് പെർഫ്യൂംസ് ആയിരിക്കും. ഈ പെർഫ്യൂംസും ഏറ്റവും കൂടുതൽ നമുക്കുണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ച പെർഫ്യൂംസിനോടായിരിക്കും. എനിക്ക് ആക്സ് ആയിരുന്നു ആ സമയത്ത് ഉപയോഗിച്ച പെർഫ്യൂം. ഇപ്പോൾ ഉപയോഗിച്ചാലും നമുക്ക് ആ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ തിങ്കിങ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തത് ഫിഷ് ഐറ്റംസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫിഷ് താല്പര്യമുള്ള ആളായിരുന്നു. മീൻ വറുത്തതിനോടായിരുന്നു എനിക്ക് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ പ്രഗ്നൻ്റ് ആയപ്പോഴേക്കും ആ ഇൻട്രസ്റ്റ് എനിക്ക് കുറഞ്ഞു. കംപ്ലീറ്റ് ആ നോൺ വെജ് കാറ്റഗറിനോടും എനിക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞായിരുന്നു. എന്നാൽ ഞാൻ നോൺ വെജിൻ്റെ ആശാട്ടിയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യക്കുറവുണ്ടായിരുന്നതും നോൺ വെജിനോടായിരുന്നു കേട്ടോ. അങ്ങനെയും നമുക്കുണ്ടാകും. പിന്നെ ചിലർക്ക് ഉണ്ടാകുന്നതാണ് എയർ ഫ്രഷ്നർ. അത് നിങ്ങളുടെ റൂമിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും, നിങ്ങൾ കാറിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഉപയോഗിക്കുന്ന എയർ ഫ്രഷ്നർ ആണെങ്കിലും നിങ്ങൾക്ക് താല്പര്യം കുറയും. കാരണം ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആ സ്മെല്ല് കേൾക്കുന്നത് കൊണ്ട് നമുക്ക് ഇറിറ്റേഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നത് ജാസ്മിൻ്റെ ആ ഒരു സ്മെല്ലുള്ള ആ ഫ്രാഗ്രൻസ് ഉള്ള എയർ ഫ്രഷ്നറിനോട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ. അതുപോലെ ചില ആളുകൾക്ക് ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഐറ്റംസിനോട് ഒരു വിരക്തി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടാകുന്നുണ്ടെങ്കിലും ഉണ്ടാകുന്നില്ലെങ്കിലും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ആളുകളുണ്ട്. ചിലർക്ക് എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ഒരു ദിവസം 1.5 ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടായതിനു ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ബ്ലീഡിങ് ആയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ നിങ്ങൾക്കൊരു ഹോപ്പ് തരാൻ കാരണം ഒരുപാട് പേര് ബ്ലീഡിങ് ഉണ്ടായിട്ടും പോസിറ്റീവ് ആയി എന്ന് പറയുന്നത് കൊണ്ടാണ്. നമ്മുടെ ക്ലൈമറ്റിലുള്ള വ്യത്യാസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള വ്യത്യാസവും നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലും കൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രീവിയസ് മന്തിനേക്ക് അപേക്ഷിച്ച് നിങ്ങൾക്ക് ബ്ലീഡിങ് വളരെ കുറവാണെങ്കിൽ നിങ്ങൾ ഒരു 3 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 5-ാം തീയതിയാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം 7-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 5-ാം തീയതി മുതൽ ഈ മാസം 7-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് സൈക്കിളിൽ എണ്ണി പറയുന്നതാണ് കേട്ടോ നിങ്ങളുടെ അത് കലണ്ടറിൽ എണ്ണി പറയുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.